Yo! ആരും വിളിക്കാതെ തന്നെ പിന്നെ ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. യുവർ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ഈസ് ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഡ്രസ്സ് പോലും മാറാൻ ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്ന് എനിക്ക് വേണ്ടി ഒരു ലൈക്ക് നിങ്ങൾ തരത്തില്ലയോ? ഒരു കമന്റ് കൂടെ പ്ലീസ്. ഇന്നത്തെ അപ്പൊ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജിം ഫെയിൽസ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ജിം ഫെയിൽസിൽ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഞാൻ എന്നെ തന്നെ കോമഡി അല്ല, ഇപ്രാവശ്യം ഞാൻ സീരിയസ് ആയി ഇടിക്കുമെന്ന് പറഞ്ഞാൽ നല്ല ആറ്റ വെടി ഇടിക്കും. ഒപ്പം ഞാൻ ഇന്ന് എന്നെ തന്നെ ഇടിച്ചു ഉറക്കും. തുടങ്ങാം. കുറെ നേരം ഒന്നും നോക്കിയിരിക്കാൻ നമുക്ക് സമയമില്ല. ഇതെന്റെ അവസാനത്തെ വെള്ളം കുടിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ചിരിച്ചോ? ചിരിച്ചില്ല. ഇതല്ല ചിരി, ഇങ്ങനല്ല ചിരി. ഓക്കെ, ഞാൻ ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇത് ചിരിച്ചാല് നമുക്ക് ബോധമുണ്ട്. ഇനിയുള്ളതെങ്കിലും സീരിയസ് ആയിട്ട് വേണം. കാര്യമായിട്ട് ഇടിക്കുമെന്ന് പറഞ്ഞും പോയി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഇനി തൊട്ട് ഞാൻ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളെന്ത് ചിരിക്കാനിടേ? നമ്മുടെ ജീവിതം മൊത്തം ഏതാ? നമുക്ക് ചിരിയൊന്നും ചിരിച്ച കാലം മറന്നു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് സംഭവം? വലിയ ഫാക്ടറി റീസെറ്റ് അടിച്ചെന്ന് തോന്നുന്നു ഒറ്റ ടാപ്പിന് നെറ്റിക്ക്. കൊച്ചു കള്ളം കുറച്ചു മുമ്പ് കാലം വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് പോയത് അവനോട്. അവന്റെ തൊലിപ്പുണ്ടോ? അവൻ പോയി, അവൻ മുങ്ങി മുങ്ങി. ചിരിക്കരുതെന്നായിരുന്നു. ഞാൻ എന്തിനാ ചിരിച്ചേ? രണ്ടാമത്തെ സ്കോട്ട് ചെയ്ത് പാതാളത്തിലേക്ക് ചവിട്ടി താത്തി ഇനി അടുത്ത ഓണത്തിന് തിരിച്ചു വരുന്നതായിരിക്കും മാവേലിയുടെ കൂട്ടത്തിൽ. എവനെയൊക്കെ ആരാടാ ജനിപ്പിച്ചു വിട്ടത്? ഇങ്ങനെയൊക്കെ ആൾക്കാർ അഭിനയിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. പകുതി ആയപ്പോഴത്തേക്ക് ചിരിച്ചെങ്കിലും പക്ഷെ നമുക്ക് എല്ലാവർക്കും വരാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് തുമ്പിയെ കൊണ്ട് പാറപട പൊട്ടിക്കാൻ ഇരുത്തിയതാ. അത് ഇത്ര വെയിറ്റ് നോക്കാൻ നേരം നമ്മുടെ ബ്രെയിനിലോട്ട് ഇച്ചിരി ബ്ലഡ് എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ബും എല്ലാരും ഓഫ് ആയി പോകും. അതുകൊണ്ട് എന്റെ ബ്രെയിനിലോട്ട് എന്തെങ്കിലും ഒക്കെ പൊട്ടിപ്പോവും. സിമ്പിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഇതെന്തോ അല്ല, ഞാൻ ഇതല്ല കേട്ടോ നോക്കുന്നേ. ഞാൻ നോക്കുന്ന വേറെ സാധനമാണ്. ഇത് സൈസ് 32. അപ്പൊ ഇത് പുള്ളിയുടെ ഒരു ഡിഫൻസ് ഐറ്റം എന്ന് പറഞ്ഞാൽ അതിലോട്ട് എടുത്ത് അങ്ങ് വെക്കുക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ബെഞ്ച് പോലെ യൂസ് ചെയ്യുവാണ്. സംഭവം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെ പിന്നെ കണ്ടോ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിക്കേ പറ്റത്തുള്ളൂ. പുള്ളി അംഗീകാരം അർഹിക്കുന്നു. അപ്പുറത്ത് തടയാനായിട്ട് റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതങ്ങ് താഴെ വീണാലും അവിടെ നിന്നോളും. ഞാനൊക്കെ എത്ര പ്രാവശ്യം താഴെ കിടന്നിരിക്കുന്നു. അത് കണ്ടോണ്ടിരിക്കാൻ നേരം എനിക്ക് മനസ്സിലാവും. അത് മൂക്കിലിടിച്ചാലും കുറച്ച് നേരം നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഫീൽ കാണും. നമുക്ക് നമ്മുടെ വിചാരം ഇങ്ങനെ ഇരിക്കുമായിരിക്കും. നേരെ ഇരിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ വിചാരം ഇങ്ങനെ ആയിരിക്കും. പ്രാവശ്യം സ്കൂളിൽ വെച്ച് ഏതോ ഒരുത്തന്നെ അടിച്ചു വിട്ട ഒരു ബോൾ എന്റെ മൂക്കി വന്ന് കൊണ്ടിട്ടുണ്ട്. എന്റെ വിചാരം ഇങ്ങനെ ഇരിക്കുമായിരുന്നു, പക്ഷെ അല്ലായിരുന്നു, നേരെ ഇരിക്കുമായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടില്ലേ? മൂക്കിലൊക്കെ ബോൾ കൊള്ളാൻ നേരം നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയിപ്പോയെന്ന്. പക്ഷെ ഇങ്ങനെ ആയി പോയിട്ടില്ല ശരിക്കും. നേരെ ചുവ ഇരിക്കുമായിരിക്കും. നമുക്ക് പക്ഷെ വേദന ഉണ്ടെന്നേ ഉള്ളൂ. അളിയന്റെ വിചാരം എന്തോന്ന്? ഈ രണ്ട് സാധനം ഇങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവനങ്ങ് ഇപ്പൊ കാണാം. പോയി. എടാ ബലം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലടാ, തല വേണോടാ, തല. എന്തോ ഇപ്പൊ കണ്ടേ? മനസ്സിലായി, എക്സ്പ്ലോസീവ് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഇത് ഇച്ചിരി കടുപ്പമായി പോയില്ലയോ? തീർന്നു. ആ താഴോട്ട് പോയ ഒറ്റ പോക്കിന് കാലൻ അവന്റെ ഫ്രണ്ടിൽ കൂടെ കാളയുടെ മണ്ടയ്ക്ക് ഇന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോയി. മിക്കവാറും ഇങ്ങനെ പോയ ഈ പരിസരത്തൊക്കെ തന്നെ കാണും പുള്ളി ഡ്രിഫ്റ്റും ചെയ്തോണ്ട്. അവൻ സ്വർഗാരോപണം ചെയ്യാനുള്ള പ്രയത്നത്തിലാണ്. പ്രയത്നിക്കൂ, ഒരു നാൾ നിന്നെ ദൈവം വിളിച്ചു വരുത്തി ഊക്കും. എന്തൊക്കെയോ കാവ്യാത്മകമായി ചെയ്യാൻ പോകുന്നു. പറന്ന് ചെന്ന് സ്ക്വയർ ആകൃതിയിലുള്ള ഒരു രൂപത്തെ ചുംബിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അത് മൂക്കിക്കൊണ്ടപ്പോ അവക്കും തോന്നി കാണും ഇങ്ങനെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ആയിട്ടില്ല. പോയി ട്രെഡ്മിൽ എടുത്ത് എറിഞ്ഞു. ട്രെഡ്മില്ലിന് പോലും അവളെ വേണ്ട.
ആ സൗണ്ട് ഇങ്ങ് വരെ കേട്ടു. ഇതിലൊക്കെ എങ്ങനെ ചിരിക്കും? ഇതാണ് ഇതാ നിങ്ങൾക്ക് ജിമ്മിൽ പോകാനുള്ള അടയാളം. ഇതാണ് ജിമ്മിൽ പോകും, വെയിറ്റ് വെക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ജിമ്മിൽ പോകാത്ത ഒരുത്തനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ജിമ്മിൽ പോകുന്നേരം ഒരുത്തൻ വന്ന് സഹായിക്കുന്ന ഇതുപോലെ. ഇതാ നിന്റെ അടയാളം ജിമ്മിൽ പോകാനുള്ള. പോകൂ ജിമ്മിൽ. ഒരു വൃത്തികെട്ട സിനിമ കാണണമെങ്കിൽ ഇങ്ങോട്ട് വെക്കോ, സിനിമയുടെ റോസ്റ്റ് കാണണമെങ്കിൽ ഇങ്ങോട്ട് വെക്കോ. ടാറ്റാ.